ഹലോ ലക്ഷ്മി, സുഖായിട്ടിരിക്കുന്നോ? യെസ് ഐ എം. എനിക്ക് സുഖം തന്നെ. ശില്പയോ? സുഖമായിട്ടിരിക്കുന്നു ലക്ഷ്മി. SSLC ഒക്കെ റിസൾട്ട് വന്നല്ലോ, കണ്ടായിരുന്നോ? കണ്ടു കണ്ടു കണ്ടു. നല്ല വളരെ വിജയം. വലിയ വിജയമാണല്ലോ. അതെ അതെ, അതെ വളരെ അതെ. വിജയമാ. ലക്ഷ്മി സ്റ്റേറ്റിലാണോ പഠിച്ചത് അതോ CBSE-യിലായിരുന്നോ? സ്റ്റേറ്റ് സിലബസ് ആണ്. നമ്മളിപ്പോ സെയിം ടെക്സ്റ്റ് അല്ലേ പഠിച്ചിരുന്നത്? സെയിം ടെക്സ്റ്റ്. ഐ തിങ്ക് 11th and 12th സെയിം ടെക്സ്റ്റ് ആയിരുന്നു. 5 to 10 കുറച്ച് ഡിഫറൻസ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, സ്റ്റേറ്റും CBSE-യും. ആഹാ. ഈ ഒരു ഫ്രെയിം വർക്ക് ഇത് എന്താന്നൊക്കെ അറിയാമോ, ഇതിന്റെ ഒരു കരിക്കുലം സിസ്റ്റത്തെ പറ്റിയിട്ട്? ആ 1975 NCF വന്ന ശേഷം നമ്മുടെ സ്റ്റേറ്റും കുറച്ച് സിലബസിൽ അല്ലെ കരിക്കുലത്തിൽ കുറച്ച് ഇന്നോവേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പക്ഷേ 1997 അതിനൊരു എഫേർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ സമയത്ത് ഗവൺമെന്റ് വിചാരിച്ചത് ഒരു ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണമെന്നാണ്. അതായത് കുറച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്, പ്രോസസ് ബേസ്ഡ് നോളജ് കൺസ്ട്രക്റ്റഡ് ആയിട്ട് കുട്ടികളെ കാണുക, അങ്ങനെയുള്ള ഒരു ടൈപ്പ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന് കുറച്ചും കൂടെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത് 2005 NCF വന്ന ശേഷമാണ്. അതിനുശേഷമാണ് നമ്മൾ ഒരു കുറച്ചും കൂടെ വളരെ വലിയൊരു എഫേർട്ട് എടുത്ത് കേരളത്തിനായിട്ടൊരു കരിക്കുലം കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചതും 2007 കേരള കരിക്കുലം ഫ്രെയിം വർക്ക് കൊണ്ടുവന്നതും. അതിൽ തന്നെ ആ ഫ്രെയിം വർക്കിന്റെ പ്രിഫേസിൽ നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ജോസഫ് മുണ്ടശ്ശേരിയുടെ ഒരു എന്താ പറയുക, ഒരു കോട്ട് തന്നെയുണ്ട്. ദ ടൈം, ദ ലൊക്കേഷൻ, ദ നേച്ചർ ഓഫ് ദ സൊസൈറ്റി ഈസ് റൂട്ടഡ് ഇൻ ദ വാട്ട് ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ഫ്രം ദ സബ്ജക്ട് ദാറ്റ്സ് ആർ സോ ഇൻക്ലൂഡഡ്. അത് ഇപ്പോഴത്തെ കറണ്ട് ടൈമും സൊസൈറ്റിയും ലൊക്കേഷനും എല്ലാം നമ്മുടെ കരിക്കുലത്തിൽ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിലും ഒരു കരിക്കുലം നല്ല കരിക്കുലം ആവും എന്നാണ് ജോസഫ് മുണ്ടശ്ശേരി പറയുന്നത്. ഇത്രേ എനിക്ക് ഹിസ്റ്ററിയെ കുറിച്ചുള്ള അറിവുള്ളൂ. വേറെന്തെങ്കിലും ഒബ്ജക്റ്റീവ്സ് ഉണ്ടോ എന്ന് എനിക്ക് അത്ര നല്ല അറിവില്ല. എനിക്കറിയാവുന്ന എന്താണെന്നറിയാമോ ലക്ഷ്മി, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്? ഈ KCF എന്ന് പറഞ്ഞാൽ കേരള കരിക്കുലം ഫ്രെയിം വർക്ക്. ഇത് എന്ന് പറയുന്നത് ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ NCF-ന്റെ ഒരു ഡെവലപ്മെന്റൽ ഒരു പ്രൊജക്ട് പോലെ തന്നെയാണ് KCF സ്റ്റാർട്ട് ചെയ്തത്. അത് ഓരോ റീജിയൻസിനും അവരുടേതായിട്ടുള്ള ഒരു ബ്രോഡർ സ്റ്റഡീസും കോൺസെപ്ച്വലൈസേഷനും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി KCF സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ ഒരു പ്രയർ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രയർ മോട്ടോ പീപ്പിൾ എന്ന് പറയുന്നത്, പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി സ്കൂൾസിലെ കുട്ടികളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു KCF-ന്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അതെ. അപ്പൊ KCF-ന് ഒരു 3 പില്ലേഴ്സ് വെച്ചിട്ടാണ് ആക്ച്വലി ഈ ഒരു കരിക്കുലം തന്നെ ഫ്രെയിം വർക്ക് ചെയ്തേക്കുന്നത്. ഒന്നാമതായിട്ട് ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയും. ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ലക്ഷ്മി? ഞാൻ കേട്ടിട്ടില്ല. ഐ ഡോണ്ട്. ക്രിട്ടിക്കൽ പെഡഗോഗി ആക്ച്വലി ഇതിന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ചാമ്പ്യൻ എന്ന് പറയുന്നത് പോളോ ഫ്യോറിയർ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെയാണ് ക്യാപ്റ്റൻ ആയിട്ട് പറയുന്നത്. ഒരു ടീച്ചറിനെ ഒരു ട്രാൻസ്ലേറ്ററി ഇന്റലക്ച്വൽ ആയിട്ടാണ്, ആ ഒരു വേർഡ് ടേമിംഗ് വെച്ചിട്ടാണ് ശരിക്കും ക്രിട്ടിക്കൽ പെഡഗോഗി കൺസ്ട്രക്ട് അല്ലെങ്കിൽ ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ. കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്സ്, പല പല ആറ്റിറ്റ്യൂഡ്സിലുള്ള കുട്ടികളായിരിക്കും. അതിനെ ബ്രിങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ആറ്റിറ്റ്യൂഡ്സ് മാത്രമല്ല അവരുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ക്രിട്ടിക്കൽ പെഡഗോഗി. ഇതാണ് ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് ആക്ച്വലി നമ്മളുടെ KCF-നകത്തുണ്ട്. രണ്ടാമതായിട്ട് നമ്മളുടെ ഇഷ്യൂസ് ബേസ് ചെയ്തിട്ടുള്ള കരിക്കുലം ഫ്രെയിം വർക്ക്സ്. ഇപ്പം മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ ലക്ഷ്മി, അതിലെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള കരിക്കുലം ആക്ച്വലി കരിക്കുലത്തിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാ? കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ തേർഡ് എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് വളരെ കോമൺ, നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യം. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന എക്സാമ്പിൾസ് നമ്മൾ തന്നെ ഉണ്ടായിരുന്ന NSS-ഉം NCC ക്ലബ്സ്, അതൊക്കെ അതിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആവാം. എക്സാമ്പിൾസ്. അതെ, എക്സിബിഷൻസിൽ പോകുന്നത് ഇതെല്ലാം ആക്ച്വലി ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഈ രീതിയിലൊക്കെയാണ് കുട്ടികളെ ആക്ച്വലി ടുഗെദർ ആക്കാൻ വേണ്ടിയിട്ടും മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പറ്റുന്നത്. അപ്പം ക്രിട്ടിക്കൽ പെഡഗോഗി ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഫിലോസഫി. നമ്മൾ ഈ പഴയ രീതികളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്നത്.
പിന്നെ ഇതിന്റെ ഒബ്ജക്റ്റീവ്സിനകത്ത് ആക്ച്വലി നമ്മളുടെ ഈ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ നേച്ചറുമായിട്ട് നമ്മൾ ഭയങ്കര യുണൈറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് കരിക്കുലത്തിൽ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ വേൾഡ് എൻവയോൺമെന്റൽ ഡേയിലൊക്കെ ആക്ച്വലി എന്റെയൊക്കെ അടുത്തുള്ള ഈ ഗവൺമെന്റ് സ്കൂൾസിൽ ദേ യൂസ് ടു ഗീവ് പ്ലാന്റ് സാപ്ലിംഗ്സ് പ്ലാന്റ്സ് ഒക്കെ കൊടുക്കണം. ഇപ്പോഴും അത് കൊടുക്കാറുണ്ട്. കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ പ്ലാന്റ് സാപ്ലിങ്സ് അങ്ങനെ കൊടുക്കുന്നതുണ്ട്. പിന്നെ അത്യാവശ്യം ഞാൻ പഠിച്ചിരുന്ന സമയത്തും ഒക്കെ ഉള്ളതാണ്. നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സസിലും അത് പഠിക്കാറുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ്, ബയോഗ്യാസ്, പ്ലാസ്റ്റിക്കിന്റെ എല്ലാ സ്കൂളുകളിലും ഉണ്ട് ബയോഗ്യാസ് പ്ലാന്റ്സും പ്ലാസ്റ്റിക് ഡീഗ്രേഡേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ. പേപ്പർ വെച്ച് റീപ്ലേസ് ചെയ്യുക, പേപ്പർ ബാഗ്സ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. പിന്നെ ഉള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെ ആക്ച്വലി ചെയ്യുമ്പോൾ തന്നെ ഒരു കുട്ടീനെ ഒരു നല്ലൊരു റെസ്പോൺസിബിൾ സിറ്റീസൺ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നാച്ചുറലി അതിന്റെ സറൗണ്ടിങ്സ് നമ്മളെ ട്രാക്ക് ചെയ്ത് വിടുക ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ആക്ച്വലി ഈ ഒരു ഫ്രെയിം വർക്ക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ റൈറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് എന്താ പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ എന്താ വളർന്നു വരുമ്പോൾ ഉണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന റൈറ്റ്സിനെ പറ്റിയിട്ടാണ്. പക്ഷെ ചൈൽഡ് റൈറ്റ്സ് പലപ്പോഴും നമ്മളത് പഠിപ്പിച്ചു കൊടുക്കാൻ മറക്കുന്ന ഒരു കാര്യമല്ലേ. അതൊക്കെ ആക്ച്വലി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്റ്റേറ്റ് സിലബസിൽ ആക്ച്വലി ഉണ്ടെന്ന് തോന്നുന്നു, ഒരു ക്ലാസ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഉണ്ട് 9th ക്ലാസ്സിൽ നമുക്ക് ലോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു 9th ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു. 9th ക്ലാസ്സിൽ നമ്മളെ കൊണ്ട് ലോ പഠിപ്പിച്ചിട്ട് കുറച്ച് റൈറ്റ്സ് ആവശ്യമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സും നമുക്ക് ഒരു സിറ്റിസൺ എന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിച്ച് അതിന് ഒരു എക്സാം ഒക്കെ നടത്തുമായിരുന്നു. അതെ, അപ്പം സത്യം പറഞ്ഞാൽ അത് ചൈൽഡ് റൈറ്റ്സും ശരിക്കും കുട്ടികളെ അറിയിച്ചു. ഇപ്പൊ പോക്സോ പോലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ഞാൻ കേരളത്തിൽ കണ്ടത്, ഈ ഇടയ്ക്ക് കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിയുടെ കണ്ടു കാണുമായിരിക്കും, ട്രിവാൻഡ്രത്തുള്ള ഒരു കുട്ടിയുടെ സൈക്കിൾ മിസ്സിംഗ് ആണ്. അപ്പം സൈക്കിൾ മിസ്സായ ടൈം തൊട്ട് കുട്ടി പറയാണ് പേരൻസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുക, വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്തോ മിസ്സായതാണ്. ബട്ട് ദ ചൈൽഡ് ആക്ച്വലി ഇൻസിസ്റ്റഡ് ദ പാരന്റ്സ് ടു ടേക്ക് ഓവർ ദ ആക്ഷൻ എടുക്കുക, പോലീസിൽ പറയുന്നു പറഞ്ഞിട്ട്. കേരളത്തിലെ ഏറ്റവും നല്ല ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻ അറിയപ്പെടുന്ന ട്രിവാൻഡ്രത്തുള്ള പോലീസ് സ്റ്റേഷൻ ആണെന്നാണ് ആ ഒരു ന്യൂസിൽ എനിക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ അതിൽ അപ്രോച്ച് ചെയ്യുകയും കാര്യങ്ങൾ, ആ കുട്ടിയുടെ സൈക്കിൾ ഷിഫ്റ്റിംഗിൽ വഴി പോയതാണ്, തിരിച്ചു കിട്ടുകയും ചെയ്തു. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു നല്ലൊരു വൈഡ് രീതിയിൽ ആ കുട്ടീനെ കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോഴത്തേക്കാണ് ശരിക്കും നാച്ചുറലി ആ കുട്ടിക്ക് അതിന്റെ റൈറ്റ്സ് മനസ്സിലാക്കാനും റൈറ്റ് ബ്രേക്ക് ചെയ്യാതിരിക്കാനും റൈറ്റ്സ് ഫോളോ ചെയ്യാനും ഒരു പ്രചോദനം കിട്ടുന്നത്. പിന്നെ നാഷണലിസം അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്കറിയാം ഈ നാഷണൽ ആന്തം പ്ലഡ്ജും ഒക്കെ നമ്മൾ എല്ലാ സ്കൂൾസിലും പ്രാക്ടീസ് ചെയ്യുന്ന. പക്ഷെ ആ ഒരു പേട്രിയോട്ടിസം നമ്മളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ആ ഒരു സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എന്റെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഹൗസസ് ആയിട്ട് തിരിക്കുക, ഗോഖലെ, പട്ടേൽ, നേതാജി, നെഹ്റു. അപ്പം അവര് ഒരിക്കലും മിസ്സാവരുത്, നമ്മളുടെ ആൻസിസ്റ്റേഴ്സിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അറ്റ് ദ സെയിം ടൈം വിൽ കീപ് അപ്പ് ദ സ്പിരിറ്റ്. അപ്പം ആ രീതിയിൽ ആക്ച്വലി നല്ലൊരു ഇതൊക്കെയാണ് ശരിക്കും എനിക്കറിയാവുന്ന KCF-ന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അതിന്റെ ഒരു സയൻസിൽ എങ്ങനെയാണ് KCF വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല. സയൻസിൽ KCF വന്ന ശേഷം കുറെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് അവർ സയന്റിഫിക് ടെമ്പർമെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. കുട്ടികൾക്ക് സയന്റിഫിക് ടെമ്പർമെന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. സയന്റിഫിക് ടെമ്പർമെന്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ജവഹർലാൽ നെഹ്റുവിനെ തന്നെയാണ്. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ബുക്കിൽ സയന്റിഫിക് ടെമ്പർമെന്റ് എന്ന് പറയുന്ന കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അതെങ്ങനെ സയൻസിനെ നമ്മുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാനെന്നുള്ളതൊരു ഒരു മെത്തേഡും കുട്ടികൾക്ക് ഉണ്ടാക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ KCF പറയുന്നുണ്ട് കരിക്കുലത്തിൽ. അതുപോലെ തന്നെ സയന്റിഫിക് മെത്തേഡ്സിനെ കുറിച്ച് കുട്ടികളിലൊരു അവബോധം അല്ലെങ്കിൽ കുട്ടികൾക്ക് സയന്റിഫിക് മെത്തേഡ്സിനെ കുറിച്ച് അറിയിക്കാനുള്ള കുറെ അവരെ സയന്റിഫിക് മെത്തേഡ്സിലോട്ട് എൻഗേജ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് എക്സ്പെരിമെന്റ്സ്, ഒബ്സർവേഷൻ, അതായത് കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ഒരു വർക്ക്, എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു ടോപ്പിക്കിനെ കുറിച്ച് കൊടുത്തിട്ട് അതിൽ വർക്ക് ചെയ്യാനൊക്കെ പറഞ്ഞ് സയൻസ് റിലേറ്റഡിലോട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് കൊണ്ടുവരാനായിട്ടുള്ള കുറെ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് അതിനു വേണ്ടിയിട്ടാണ് സയൻസ് എക്സിബിഷൻസ് കുട്ടികളെ കൊണ്ട് ചെയ്യുന്നത്. ഓരോ വർക്കിംഗ് മോഡൽ എങ്ങനെയൊക്കെ നമുക്ക് സയൻസിന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനായിട്ടുള്ള വർക്കിംഗ് മോഡൽസ് ഉണ്ടാക്കുകയും
പിന്നെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കുറെ ഇത് കരിക്കുലത്തിനകത്ത് പറയുന്നുണ്ട് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ, അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം, സോഷ്യൽ ഇഷ്യൂസ് വരുമ്പോൾ അത് സയന്റിഫിക്കലി ശാസ്ത്രത്തിന്റെ ഹെൽപ്പോടുകൂടി എങ്ങനെ അതിനെ സോൾവ് ചെയ്യാമെന്നും അതിൻ്റെ ഒരു ലോജിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു 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 എന്താ പറയുക, ഒരു കഴിവ് കുട്ടികളിൽ വളർത്താനായിട്ടുള്ള കുറെ കാര്യങ്ങൾ കരിക്കുലത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ടെക്നിക്കലും വൊക്കേഷണൽ ഫീൽഡ് ഇൻട്രസ്റ്റും, അതായത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്യൂച്ചറിലോട്ട് പോകാനായിട്ടുള്ള കുറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നുന്നു കരിയർ ഗൈഡൻസ് പോലെ എന്തെങ്കിലും ഒക്കെ കൊടുക്കണം എന്നാണ് തോന്നുന്നത്. പക്ഷെ അത് അതിൻ്റെ അകത്ത് പറയുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രാബല്യത്തിലുണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് കരിയർ ഗൈഡൻസ് നമുക്ക് കൂടുതലും എഞ്ചിനീയർ, ഡോക്ടർ അങ്ങനെയുള്ള ആ ഒരു ഫീൽഡൊക്കെ അറിയാവും. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് കുറെ അതർ ഫീൽഡ്സ് ഉണ്ട്. അതിനെ നമ്മൾ സയൻസിലോട്ട് കുറച്ചും കൂടെ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയപ്പോഴാണ് അന്ന് ഞാൻ കുഞ്ഞായിരുന്നു വിചാരിച്ചത് എഞ്ചിനീയറിംഗ്, ഡോക്ടർ, ടീച്ചർ, നേഴ്സ് അങ്ങനത്തെ ഉള്ളൂ എന്നാണ്. അവിടെ ചെന്ന ശേഷമാണ് എനിക്ക് മനസ്സിലായത് അറ്റ്മോസ്ഫിയറിക് സയൻസിൽ നമുക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പല പല മേഖലകളിലോട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ സ്റ്റാറ്റിക്സിൽ അങ്ങനെ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസും എന്തൊക്കെ ആകുമ്പോൾ കരിയർ ഗൈഡൻസ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾസ് തന്നെ കൊണ്ടുവരുന്നുമുണ്ട് ഒരുപാട് ആളുകളെ. ഇപ്പൊ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അതെ അതെ. ഇതിൽ ഹ്യൂമനിസ്റ്റിക് വാല്യൂസിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് എനിക്ക് അധികം അറിവില്ല. ശില്പയ്ക്ക് വല്ലതും അറിയാമോ? ഹ്യൂമനിസ്റ്റിക് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഹ്യൂമാനിറ്റേറിയൻ വാല്യൂ നമ്മൾ തീരെ വാല്യൂ ചെയ്യാത്തൊരു കാര്യമാണ് ഹ്യൂമാനിറ്റേറിയൻ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ കരിക്കുലം ആക്ച്വലി ഫ്രെയിം ചെയ്തേക്കുന്നത് ഹ്യൂമനിസ്റ്റിക് വാല്യൂസിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ NSSനാണെങ്കിലും നമ്മൾ ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി ഫുഡ് കൊടുക്കുക, പിന്നെ ബ്ലഡ് ഡൊണേഷൻസ്, പിന്നെ എന്താ ഈ വാനസിൽ ഞാൻ പഠിക്കുന്ന സമയം വരെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, സ്കൂൾസിൽ പിള്ളേരിങ്ങനെ ഫണ്ട് റേസ് ചെയ്തിട്ട് വീട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഈ ഒരു സ്കൂൾ ലെവലിൽ തന്നെ ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതെന്ന് പറയുന്ന ഓരോ കുട്ടികളുടെയും ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിനെ ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കൂട്ടാൻ വേണ്ടിയിട്ടും ഇല്ലാത്ത ഒരാളെ അതിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിം വർക്ക്സിൽ ഉണ്ട്. പിന്നെ ഈ കുട്ടികൾ തന്നെ ഇപ്പൊ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഈ പഴയ ഐഡിയാസിനെ നിർത്തിയിട്ട് ഇത് പോരാ എന്ന് പറയാൻ വരെ ശരിക്കും പിള്ളേര് നാച്ചുറലി ബ്രോട്ടപ്പ് ആയിപ്പോയി, അല്ലെങ്കിൽ നാച്ചുറലി എത്തിച്ചു തുടങ്ങി. അത് അവരുടെ റൈറ്റ് വോയിസ് ആണ്. ശരിക്കും അവരുടെ വോയിസ് റേസ് ചെയ്യാൻ തുടങ്ങി. ഈ ആനിമൽസിനെയൊക്കെ വളരെ ബ്രൂട്ടലി ഇപ്പൊ ഈ ഇടയ്ക്ക് എത്ര എണ്ണോ നമ്മൾ കേട്ടത്, ആസിഡ് ബൾബ് ഒഴിക്കുക, കുറെ ആനിമൽസിന്റെ പശുക്കളുടെ മണ്ടയിൽ ഒഴിക്കുക, ഡോഗ്സിനെ എല്ലാം ഹാങ് ചെയ്യുക. ഇതിനൊക്കെ ആക്ച്വലി 1960 ആക്ച്വലി വെറും 50 rupees ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അത് വേണ്ട എന്ന് പറയാൻ കൂടുതലും നിൽക്കുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ്. പിന്നെ മെജോറിറ്റി ഓഫ് ദ ക്രിമിനാലിറ്റീസ് ചെയ്യുന്നതും ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ തന്നെയാണ്. നമുക്കതും ഇല്ലാന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പം ഈ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ശരിക്കും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കരിക്കുലം ആ രീതിയിൽ ഫ്രെയിം വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇത് മാത്രമല്ല, നമ്മൾ ഈ സയന്റിഫിക് ആസ്പെക്ടിന്റെ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ പ്രസന്റേഷൻസിന് പോയപ്പോൾ ആക്ച്വലി നമ്മൾ എല്ലാവരും തന്നെ ഈ ഒരു ഗൂഗിളിലുള്ള കാര്യങ്ങളാണ് എടുത്തിട്ട് ആ ടോപ്പിക്സ് ആണ് എടുത്ത് പ്രസന്റ് ചെയ്തത്. അപ്പം വി ആക്സിഡന്റലി മെറ്റ് എ പേഴ്സൺ ഹു കെയിം ടു അസ്. ആ പുള്ളിക്കാരൻ ആക്ച്വലി പ്രസന്റ് ചെയ്യാനിരുന്നത് ഈ വെജിറ്റബിൾ പീൽസിൽ നിന്ന് ടിവിയുടെ ഡിസ്പ്ലേ സ്ക്രീൻ ഉണ്ടാക്കുക. ഈ പുള്ളിക്കാരൻ ഈ ഐഡിയ ഡെവലപ്പ് ചെയ്തത് സ്കൂൾ ടൈമിലാണ്. സ്കൂൾ ടൈമിൽ എന്തോ ഒരു എക്സിബിഷൻ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഐഡിയ ആണ്, ആൻഡ് ഹി ഈസ് നോട്ട് റെഡി ടു ലീവ് ഇറ്റ്. അദ്ദേഹം ഇപ്പം എനിക്ക് തോന്നുന്നു PG കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം ആ ഒരു ഐഡിയ, ഇങ്ങനത്തെ ഒരു സയന്റിഫിക് ഇൻട്രസ്റ്റ് ദാറ്റ് വാല്യൂസ് അല്ലെങ്കിൽ ദാറ്റ് ഇക്വലൈസസ് ദി ഹ്യൂമാനിറ്റീസ്, ദാറ്റ് ഹെൽപ്സ് ദി ഹ്യൂമാനിറ്റീസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ തക്ക രീതിയിലുള്ള ഒരു ഫ്രെയിം വർക്ക്സ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ ലാറ്ററൽ തിങ്കിങ് എബിലിറ്റി. ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരുടെ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ യൂഷ്വലി ഒരു സിറ്റുവേഷൻ ആണ് ഗിവ് അപ്പ് ചെയ്യുന്നത്, ഒരു സിറ്റുവേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ആ സിറ്റുവേഷൻസിനെ പല പല ആറ്റിറ്റ്യൂഡിലായിരിക്കും ആക്ച്വലി പല കുട്ടികളും എടുക്കുന്നത്. ഹൗ വിൽ യു സോൾവ് ഇറ്റ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ക്ലിയർ ആയിട്ട് മോസ്റ്റ് ഓഫ് ദി ചാപ്റ്റേഴ്സിൽ
എവിടെയെങ്കിലും ഒരു പോപ്പപ്പ് ആയിട്ട് ഇങ്ങനെ കാണുമായിരിക്കും. വോട്ട് യു ഡു ഇസ് വോട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞ ഒരു തിങ്കിങ് എബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കോളം എവിടെയെങ്കിലും കാണുമായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ലാറ്ററൽ തിങ്കിങ് എബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുമാണ് മോസ്റ്റ് ഓഫ് ദ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ തിങ്സ് ദെയർ കരിക്കുലം എവറിഥിങ് ഇസ് ബീൻ സ്കെഡ്യൂൾഡ് അല്ലെങ്കിൽ സെറ്റിൽഡ് ഡൗൺ. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫ്രെയിം വർക്കിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമ്മളത് പഠിപ്പിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. പഠിപ്പിക്കുന്നത് എനിക്കൊരു കോപ്പറേറ്റീവ് മെത്തേഡ് ആണ് ശരിക്കും അറിയാവുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സിബിഷൻസിന് പോവുക, ഫെസ്റ്റിന് പോവുക, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് ഇതാണ് ഒരു കോപ്പറേറ്റീവ് ഒരു പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോപ്പറേറ്റീവ് മെത്തേഡ് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ലക്ഷ്മിക്ക് വേറെ എന്തെങ്കിലും അറിയാവോ? കോപ്പറേറ്റീവ് മെത്തേഡിന്റെ കൂടെ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ലേണിങ്ങും കോമ്പറ്റേറ്റീവ് ലേണിങ്ങും കൂടെ ഉൾപ്പെടുത്താം. കാരണം ഇൻഡിവിജ്വൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സെൽഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനായിട്ട്, അതായത് സ്വന്തമായി പഠിക്കുക, എല്ലാം അതായത് സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എല്ലാം ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് ഇൻട്രസ്റ്റോടുകൂടി പഠിച്ച് അതിൻ്റെ അകത്ത്, അതായത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടി ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് നന്നായിട്ട് പഠിക്കുക. അതിന് ഇൻഡിവിജ്വൽ ലേണിംഗ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. അതുപോലെ കോമ്പറ്റേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്, കോമ്പറ്റീഷൻ എന്ന് കേൾക്കുമ്പോഴേ എപ്പോഴും അൺഹെൽത്തി കോമ്പറ്റീഷനെ നമുക്ക് മനസ്സിൽ വരത്തുള്ളൂ. പക്ഷേങ്കിലും ഹെൽത്തി രീതിയിലും അത് എടുക്കാൻ പറ്റും. കാരണം വേറൊരു കുട്ടി നമ്മളെക്കാട്ടും നന്നായിട്ട് ചെയ്യുമ്പം നമുക്ക് എന്തൊക്കെ കുറ്റങ്ങൾ ഉണ്ടെന്ന് നമുക്ക് സ്വയം വിലയിരുത്താൻ പറ്റും. നമ്മുടെ സെൽഫ് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഇൻട്രോസ്പെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഇൻട്രോസ്പെക്ട് ചെയ്യുക. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ തെറ്റ് മനസ്സിലാക്കാനും നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഒരു സെൽഫ് മോട്ടിവേഷൻ എന്നോ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നോ നമ്മളെ തന്നെ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാനും ഈ കോമ്പറ്റേറ്റീവ് ലേണിംഗ് സഹായിക്കും. എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ട് കുറെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കേരള കരിക്കുലം കേരള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു LSS USS എക്സാംസ്, പിന്നെ ഹിന്ദിക്ക് വേണ്ടി സരൽ ഹിന്ദി എക്സാംസ്, അങ്ങനത്തെ കുറച്ച് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ നടത്താറുണ്ട്. എക്സാംസ് മാത്രമല്ല ഈ സ്കോളർഷിപ്സും അങ്ങനെ കുറെ ഉണ്ട് ലക്ഷ്മി. ഇപ്പം എസ്പയറിന്റെ സ്കോളർഷിപ്സ് ഉണ്ട്, പിന്നെ എന്താ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്സ്, ഒരുപാട് ആക്ച്വലി സ്കോളർഷിപ്സും ഈ കുട്ടികൾക്ക് ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്സ്, അങ്ങനെയുള്ള സ്കോളർഷിപ്സ് ഒക്കെ കുട്ടികൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂട്ടാനും അവരുടെ ലേണിംഗ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നൽകുന്നുണ്ട്. മുൻപോട്ട് കൊണ്ടുപോകാൻ, ശരിയാ, മുൻപോട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് ശരിക്കും ഈ സ്കോളർഷിപ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു KCF-ന്റെ പിന്നെയും ഉണ്ടാവുന്ന ഒരു എന്താ നമ്മളെ നാട്ടിലുള്ള ബാക്കി നമ്മൾ കാണുകയെന്നുണ്ടെങ്കിൽ ഫുഡിന്റെ ഒക്കെ കാര്യത്തിൽ ഒരുപാട് ശരിക്കും കാണുന്നുണ്ട്. NCF പോലെ തന്നെ KCF-ന്റെ ഒരു കരിക്കുലം സിസ്റ്റം അനുസരിച്ച് ഫുഡ് സർവിങ് അല്ലേ, ഈ ഫുഡ് സ്കൂൾസിൽ റിക്വയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എഗ് എനിക്ക് പ്രോട്ടീൻ ഫുഡൊക്കെയാണ് ശരിക്കും കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ എന്താ ക്ലബ്സ്, ഒരുപാട് ക്ലബ്ബ് ഫോം ചെയ്തിട്ടുണ്ട്. എക്കോ ക്ലബ്ബ് പോലത്തെ, ഡ്രാമ ക്ലബ്ബ്, എക്കോ ക്ലബ്ബ്, അവരുടെ ടീം വർക്ക് ഒന്ന് എഫിഷ്യൻസി എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങളും ശരിക്കും ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ശരിക്കും ലക്ഷ്മിക്ക് അറിയാവോ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്തുവാന്ന്? ഡ്രോബാക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് എന്താ പറയാ, ഒരു പഴയ ഒരു ഹിസ്റ്റോറിക്കൽ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കരിക്കുലം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതെ, ഫ്യൂച്ചറിനെ എയിം ചെയ്യുന്നതിനെക്കാട്ടിലും കറണ്ടും ഫ്യൂച്ചർ എയിം ചെയ്യുന്നതിനെക്കാട്ടിലും ഭയങ്കര കുറച്ചും കൂടെ ഹിസ്റ്റോറിക്കൽ ആയിട്ട് നമ്മൾ പാസ്റ്റ് വെച്ചിട്ടാണ് ഈ ഫ്രെയിമിംഗ് ഒക്കെ നടത്തിക്കുന്നത്. പാസ്റ്റ് ഇഷ്യൂസ് വെച്ചിട്ടായിരിക്കും കുട്ടികൾ എക്സാമ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ പഠിക്കുന്നതും എല്ലാം പാസ്റ്റ് ഇഷ്യൂസ് ആണ്. കറന്റ് റെലവെന്റിനെ ഇൻക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പലപ്പോഴും ഒന്നുകിൽ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ കോഴ്സസിന്റെ റിക്വയർമെന്റ് കുറവായിരിക്കും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ് ശരിക്കും. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡ്രോബാക്ക്, പക്ഷെ സ്റ്റിൽ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റുന്നത് ഇത് മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഈ ഡ്രോബാക്ക് ഒക്കെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 മാറുമായിരിക്കും എന്ന് തോന്നുന്നു. അവര് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആയിരിക്കണം, കുട്ടികൾക്ക് കോഡിങ്, ഇന്റേൺഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കണം, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഓഫ് നമ്മൾ 11th 12th തൊട്ടാണ് തുടങ്ങുന്നെങ്കിൽ ഒരു 8th 9th തൊട്ടേ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കൊണ്ട് കുറച്ച് മാറ്റം വരുമായിരിക്കും. അതെ അതെ അതെ, ലെറ്റ്സ് ഹോപ്പ് നല്ലൊരു ഇതിലും നല്ല ഡിഫറൻസ്, ഇപ്പോൾ ഉള്ള പ്രസന്റ് ഡിഫറൻസും നല്ലതാണ്, ഇതിനെക്കാട്ടിലും നല്ല ഡിഫറൻസസിലോട്ട് എത്താൻ സാധിക്കട്ടെ അല്ലേ? ഓക്കെ, ശരി, ബൈ.
Okay, I think Shilpa and Lakshmi, they had fun with the. Okay, very good. They explained all the details in one way or other. ഏകദേശം എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. So, my question to them is, how you feel about the syllabus that is really given by the KCF? കാരണം NCF framework തരുമ്പോൾ Kerala curricular framework gave much importance to the syllabus. So how you feel about the syllabus that is put forward by KCF? Any of you can reply. KCFന്റെ മാം നമ്മളിപ്പം ഡ്രോബാക്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മേജർ ഡ്രോബാക്ക് അല്ല, സ്റ്റിൽ പാസ്റ്റ് വെച്ചിട്ടുള്ള ഒരു കരിക്കുലം ഫ്രെയിം വർക്കിംഗ് അല്ലെങ്കിൽ സിലബസ് ഒക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ കറണ്ടും ഫ്യൂച്ചറും അധികം അവർ എയിം ചെയ്യാറില്ല. അതായത് നമ്മളുടെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ട് നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഇഷ്യൂസ്, ജാലിയൻ വാലാബാഗ്, അങ്ങനത്തെ എല്ലാ പഴയ ഇഷ്യൂസ് അല്ല, നമ്മൾ പ്രസന്റ് ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഈ സിലബസിനകത്ത്. ഇൻക്ലൂഡ് ചെയ്യാനോ അല്ലെങ്കിൽ അഡ്രസ് ചെയ്യാനോ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. Okay, Shilpa. Okay, now forum is open for all of you. You may have your own doubts or clarifications or arguments. I invite all of you to the panel. ഹലോ, ഞാനൊരു ഡൗട്ട്. ഇപ്പോ ശില്പ പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ ഈ പുതിയ കാര്യങ്ങളെ കൊണ്ടുവരുന്നത് പാസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴും സിലബസ് അവർ ബിൽഡ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ്സിലെയോ 6ാം ക്ലാസ്സിലെയോ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയൊരു ഭാഗമാണ് മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന ഒരു ഭാഗം കൊണ്ടുവന്നായിരുന്നു. ഒരു കുട്ടിക്ക് മതം സ്കൂളിൽ ചേർക്കുമ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു പോർഷൻ ആയിരുന്നു അത്. പക്ഷെ അത് ഒരുപാട് സോഷ്യൽ കോൺട്രവേഴ്സി ഉണ്ടാവുകയും അത് അവസാനം ഒരു പുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സിലബസ് കൊണ്ടുവരാനുള്ള ഒരു ചെറിയ ഒരു മുന്നൊരുക്കം നടത്തുമ്പോഴും അതിന് നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഗൈഡ് ലൈൻസ് KCF കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അതിനു വേണ്ടിയിട്ടാണ് ഈ ലോ എഡ്യൂക്കേഷൻ ഒക്കെ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കുറച്ച് റൈറ്റ്സിനെ കുറിച്ചും ഫണ്ടമെന്റൽ റൈറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ എനിക്ക് തോന്നുന്നു ഈ പ്രോബ്ലംസ് ഒക്കെ മാറായിരിക്കും. ഓക്കെ ലക്ഷ്മി. ലക്ഷ്മി, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇപ്പൊ നമ്മുടെ പല നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എടുത്ത് നോക്കിയാലും നമ്മുടെ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും അതായത് നോർത്തേൺ സ്റ്റേറ്റിലുള്ളവരോടൊപ്പം എത്താറില്ല. അപ്പോൾ അത് നമ്മുടെ കരിക്കുലത്തിന്റെ എന്തെങ്കിലും പിഴവ് കൊണ്ടാണോ നമുക്ക് ഈ കോമ്പറ്റീഷൻ രംഗത്ത് വേണ്ടത്ര രീതിയിൽ മെച്ചപ്പെടാൻ സാധിക്കാത്തത്? ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ സിലബസിന്റെ അകത്ത് കൂടുതലും കുട്ടികൾ കൂടുതലും മെമ്മറൈസ് ചെയ്ത് പഠിക്കാനാണ് താല്പര്യപ്പെടുന്നത്. കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലോട്ട് കുറച്ചും കൂടി സിലബസ് കൊണ്ടുവന്നാൽ കുറച്ചും കുട്ടികൾക്ക് ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ചിലപ്പം കുട്ടി എഴുതുമായിരിക്കും. പക്ഷെ ആ ക്വസ്റ്റ്യനിൽ കുറച്ച് വ്യത്യാസം വരുത്തി നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ എഴുതണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവലിലും കൂടെ കുട്ടികളെ പഠിപ്പിച്ചാൽ അവർക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിലും കൂടെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അതിനായിട്ട് എന്തെങ്കിലും നമ്മുടെ കരിക്കുലത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ? അത് ഇതുവരെ ഇല്ല. പക്ഷെ എങ്കിലും ബ്രില്യൻ്റ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരള സ്റ്റേറ്റിലാണ് USS എക്സാംസ്, അതായത് അപ്പർ സെക്കൻഡറി എക്സാം, ലോവർ സെക്കൻഡറി എക്സാംസ് എന്ന് പറഞ്ഞ എക്സാം വെക്കുന്നുണ്ട്. അത് കുറച്ച് ജനറൽ നോളജ് ബേസ്ഡ് ആണ്. അധികം മാത്സ് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഇത് ലോവർ പ്രൈമറിയിലുള്ള കുട്ടികളിൽ ബെസ്റ്റായിട്ട് എഴുതാനായിട്ടും അപ്പർ പ്രൈമറിയിലുള്ളവർക്ക് എഴുതാൻ അങ്ങനത്തെ കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാം കൊണ്ടുവന്നെങ്കിൽ അത് എത്ര എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. രഞ്ജു, എനിക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് തോന്നിയേ.
അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിലുള്ള കുട്ടികളാണ് ആക്ടിവിറ്റി ലെവലിലും ആപ്ലിക്കേഷൻ ലെവലിലും കുറച്ചും കൂടെ മുൻപോട്ട് നിൽക്കുന്നത്. ദ അതർ സൈഡ് ഇസ് ആക്ച്വലി റോട്ട് ലേണിംഗ്, മെമ്മറൈസേഷൻ മെത്തേഡ്, ആ ഒരു പ്രാക്ടീസിങ് അതർ സൈഡിലാണെന്നാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികളാണ് കൂടുതലും ആക്ടിവിറ്റി ലെവലിലാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു ആപ്ലിക്കേഷൻ ലെവലിലും ഒരു ബിയോണ്ട് സംതിങ്, ബിയോണ്ട് എ ഫെൻസ് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത് ശരിക്കും ഇവിടെ കേരള സ്റ്റേറ്റിലുള്ള കുട്ടികളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ കണക്കിന്റെ ഉൾപ്പെടെ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിന് എന്താ ഒരു വിരൽ ഞൊടിയിലുള്ളിൽ ചിലപ്പം പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ടിപ്പിക്കൽ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പ് ഫോർമേഷനിൽ പഠിക്കാതെ തന്നെ അവർ നല്ല ഒരു രീതിയിലായിരിക്കും പഠിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും, മനസ്സിലാക്കി പഠിക്കുമായിരിക്കും. പക്ഷെ അതർ സൈഡ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അതായത് NCF-ന്റെ ഒരു കരിക്കുലം വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിനെക്കാട്ടിലും ബെറ്റർ ആക്ടിവിറ്റി മെത്തേഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള KCF-ലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശില്പ, ഞാൻ ഉദ്ദേശിച്ച ഇപ്പൊ നമ്മളൊരു നെറ്റ് എക്സാം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരു വർഷം ചിലപ്പോൾ 2 or 3 പേര് ഫിസിക്സിന് ചിലപ്പോൾ ക്വാളിഫൈഡ് ആകും. പക്ഷെ നമ്മൾ ഒരു നോർത്തേൺ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ നമ്പർ കുറച്ച് കൂടുതലാണ്. അത് കുട്ടികളുടെ പ്രശ്നം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പം ഇത് നെറ്റ് എക്സാമിന്റെ പറയാന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു പെർട്ടിക്കുലർ സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ നേഷൻ വൈഡ് ഒരു പെർട്ടിക്കുലർ സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. അവിടുത്തെ കോച്ചിങ് എന്ന് പറയുന്നത് അതെനിക്ക് തോന്നുന്നു കോച്ചിങ്ങിന്റെയും അവരുടെ ടീച്ചിങ് സ്ട്രാറ്റജി കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. നമ്മളുടെ ഇവിടുത്തെ പോലെ ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇന്ററാക്റ്റീവിനെക്കാട്ടിലും ശരിക്കും നല്ല ഉപദ്രവകരമായ സ്റ്റഡീസ് വരെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിലൊരുപാട് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് നമ്മളുടെ ഒരു കരിക്കുലത്തിനെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെയോ ഒന്നും നമുക്ക് ഒട്ടും ബ്ലെയിം ചെയ്യാൻ എനിക്ക് പറ്റും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളിൽ ഒരു ബിഗ് പാർട്ട് ഇസ് ആക്ച്വലി ഓൺ ദ ഹാൻഡ്സ് ഓഫ് ഇംപ്ലിമെന്റേഷൻ. ഇപ്പം ഈ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഒക്കെ ഉണ്ടായിട്ട് പോലും, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹ്യൂമനിസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും മൈനേഴ്സ് ആണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതലും കാണിക്കുന്നത്. അവരെ ഒന്ന് ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കെയർ ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു കൺസിഡറേഷൻ കൊടുക്കാത്തതുകൊണ്ടോ ആണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ ശില്പ. ഹലോ. പറഞ്ഞു ആൻസി. ശില്പ, എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റുഡന്റ് ടീച്ചർ എന്ന നിലയിൽ നിങ്ങളിപ്പം KCF മനസ്സിലാക്കി, അപ്പൊ അതിന്റെ എയിംസും ഒബ്ജക്റ്റീവ്സും ഒക്കെ മനസ്സിലാക്കിയപ്പം ഒരു സ്റ്റുഡന്റിന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് ഏത് ഒരു എയിമാണ് കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയത്? ഐ മീൻ ഒബ്ജക്റ്റീവ് ലെവലിലാണോ? ഒബ്ജക്റ്റീവ് ആണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ KCF-നകത്ത് ഈ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മള് ഈ NSS പോലത്തെ കാര്യങ്ങൾ അതൊക്കെ ശരിക്കും ഇങ്ങനെ ഒട്ടും ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളല്ല, പ്രോഗ്രാംസ് അല്ല. സ്കൂൾസിൽ വളരെ ആക്റ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പം അതിലൊക്കെ ആക്ച്വലി KCF നല്ല രീതിയിൽ അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. കുറച്ചും കൂടെ അതായത് കുട്ടികളെ കൊണ്ട് ഒരു ക്ലബ്സ് അങ്ങനെയുള്ള കോപ്പറേറ്റീവ് ലേണിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കുട്ടികളെ ഇൻട്രസ്റ്റ് കൊടുത്താൽ അത് കുറച്ചും കൂടെ സ്ട്രൈക്കിംഗ് ആയിട്ടും കുട്ടികളുടെ കോപ്പറേഷൻ, അവർക്ക് ഒരു കോപ്പറേറ്റീവ് ലേണിങ്ങിലൂടെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും, അതായത് യൂണിറ്റി, ബാക്കിയുള്ളവരെ അഡ്രസ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കോപ്പറേറ്റീവ് ലേണിംഗ് എന്നുള്ള കാര്യമാണ് എനിക്ക് KCF-ന്റെ കരിക്കുലത്തിൽ കുറച്ചും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നത്. ഒരു ക്വസ്റ്റ്യനെ ഇതാക്കിയിട്ട് റീബയും പോയിന്റ്സ് പറഞ്ഞാണ്. എനിക്ക് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എനിക്കത് യോജിക്കുന്നുണ്ട്. ദീപ പറഞ്ഞ പോലെ നമ്മളിവിടെ ഒബ്ജക്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് ആക്ച്വലി കുറച്ച് കുറവാണ്, സബ്ജക്റ്റീവ് ലെവൽസ് ആണ് കൂടുതൽ. അപ്പം അത് കാരണമായിരിക്കാം മേ ബി നെറ്റ് എക്സാം അല്ലെങ്കിൽ അങ്ങനത്തെ ഹൈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇതാക്കാത്തത്. പിന്നെ അതുപോലെ റീബ പറഞ്ഞ പോലെ തന്നെ ഗൈഡൻസിന്റെ പ്രോബ്ലം നമ്മൾ കുറേയും കൂടെ അവിടെ എന്ന് പറഞ്ഞാൽ ടീച്ചർ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്രിഡ്ജ് ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാണും ഭയങ്കര ടീച്ചർ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി റിലേഷൻസ് കാണും.
പക്ഷെ ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭാഗങ്ങളിൽ പോകുമ്പോൾ റീവ പറയുന്ന പോലെ ലാക്ക് ഓഫ് ഗുഡ് ഗൈഡൻസ് കാരണമൊക്കെ ആയിരിക്കും ഇവിടുത്തെ പ്രശ്നം. ഞാൻ ടോപ്പിക്കിന് ഡിലീറ്റ്. ഞാനൊരു ഇതിനെ തന്നെ എന്താണ് കണക്ട് ചെയ്ത ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മുടെ ഈ വാലുവേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഇതുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ? അതായത് എല്ലാവരും ഇപ്പോൾ ഈ കേരള സിലബസിലെ പിള്ളേരെ കളിയാക്കുന്ന ഒരു കാര്യം, കേരള സിലബസ് അല്ലേ, അവന് നമ്പർ ഇട്ടാൽ പോലും അവന് മാർക്ക് കിട്ടും, അങ്ങനെ പറഞ്ഞ് എപ്പോഴും കളിയാക്കാറുണ്ട്. അപ്പോൾ അതും ഇതുമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ഈ വാലുവേഷൻ സിസ്റ്റവും ഇതുമായിട്ട്? എനിക്ക് അതിനെ പറ്റിയിട്ട് അങ്ങനെ കാര്യമായിട്ട് അറിയത്തില്ല. ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ നമ്പർ ഇട്ടാൽ മാർക്ക് കൊടുക്കും എന്ന് പറയുന്നത് അതൊരു പറച്ചിലേ ഉണ്ടെന്ന് തോന്നുള്ളൂ. കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതിയാലല്ലേ മാർക്ക് യൂഷ്വലി കൊടുക്കാറുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെക്കുന്നത്. ഈ പറച്ചിലിൽ നമ്പർ ഇട്ടാൽ മാർക്ക് കൊടുക്കും, എന്തെങ്കിലും എഴുതിയാൽ മാർക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് പലർക്കും അതൊരു എൻകറേജ്മെന്റ്, മേ ബി 1 or 2 മാർക്സിന് പോലും അവർ പോകാൻ പാടില്ല, എന്തെങ്കിലും മിസ്റ്റേക്കിൽ മറന്നു പോയതായിരിക്കും എന്ന് കരുതിയിട്ടായിരിക്കും ടീച്ചേഴ്സ് മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് ഭയങ്കര ഇറലവന്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് റെലവന്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ CBSE പഠിച്ചിരുന്ന സമയത്ത് പോലും നമ്മൾ ടു ദ പോയിന്റ്, അവർക്കൊക്കെ ഇവിടുത്തെ ടീച്ചേഴ്സ് കുറച്ചും കൂടെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് കുറച്ചും കൂടെ ഒക്കെ കൺസിഡർ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു പിള്ളേരുടെ ഫ്യൂച്ചർ. അങ്ങ് തോപ്പിച്ചങ്ങ് വിടേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ കുറച്ചും കൂടെ കയറി വരാൻ പറ്റുന്ന അല്ലെങ്കിൽ കയറ്റി വിടാൻ പറ്റുന്ന ഒരു സ്ഥാപനങ്ങളാണെങ്കിൽ കയറ്റി വിടാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഐ മീൻ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫേവർ ചെയ്യുന്നുണ്ട്. നമ്പർ ഇട്ടാൽ മാർക്ക് കൊടുക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ അധികം വിശ്വസിക്കുന്നില്ല. അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പറച്ചില്ലേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ഇതുവരെ. എനിക്കും തോന്നുന്നു നമ്പർ ഇട്ട മാർക്ക് കിട്ടും എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. കാരണം കുട്ടികൾ നമ്മൾ മെമ്മറൈസേഷൻ, നമ്മൾ കൂടുതലും എക്സാംസിന് ലെറ്റർ ഒരു ലെറ്റർ ഫോർമാറ്റ് എഴുതുക, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്നുള്ളത് ഡയറി എഴുതുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് കുട്ടിക്ക് അറിയാമെന്നുള്ളത് തന്നെ കാണുമ്പോൾ തന്നെ ടീച്ചറിന് ഒരു മാർക്ക്. അതിൻ്റെ അകത്ത് കണ്ടന്റ് അല്ല, എങ്ങനെ ഒരു ലെറ്റർ എഴുതണം, അതിൻ്റെ അകത്ത് എന്തൊക്കെ ഒരു ഫ്രെയിം സെറ്റ് ഉണ്ട്, അത് കുട്ടി ഒന്ന് വരച്ച് ചെയ്താൽ പോലും അത് കുട്ടിക്ക് അത്രയെങ്കിലും അറിയാമല്ലോ എന്ന് കരുതി കുട്ടിക്ക് മാർക്ക് കൊടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമ്പറിട്ട് കുട്ടി എന്ത് പഠിച്ചോ എന്നല്ല, റീബ പറഞ്ഞതുപോലെ തന്നെ കുട്ടി എന്ത് പഠിച്ചോ എന്നല്ല, കുട്ടികൾ എന്തൊക്കെ പഠിക്കുന്ന രീതി അത് ടെസ്റ്റ് ചെയ്യുന്നതിനായിരിക്കും കേരള ഇതിൽ നോക്കുന്നത്, നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റത്തിൽ നോക്കുന്നത്. Okay, very good. I think any more explanations or questions? Okay, I think I can conclude it. First of all, I'm congratulating Shilpa and Lakshmi for giving their own opinions about KCF, and at the same time having some dialogues regarding the KCF formation and all that, and all the others who was there with your own doubts and your own arguments regarding KCF. So what I noted, I like to tell you here. First of all, I want to say KCF means ആദ്യമായിട്ട് വരുന്നത് 2007 അതവർ പറഞ്ഞു. KCF കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ലൈക്ക് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ക്രിട്ടിക്കൽ പെഡഗോഗി, കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. പിന്നെ അതുപോലെ 4 pillars ഓഫ് എഡ്യൂക്കേഷൻ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളാണ്. ദെൻ പിന്നീട് ഇഷ്യൂ ബേസ്ഡ് ലേണിംഗ്, പിന്നെ കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അവിടെ ടീച്ചേഴ്സിന്റെ റോള് ടീച്ചർ എന്നതിനേക്കാളും മോട്ടിവേറ്റർ, സ്കേപ്പ് ഹോൾഡർ എന്നൊക്കെ പറഞ്ഞ് മാറ്റുന്നു. അതുപോലെ സിലബസിനെ അവർ കുറച്ചുകൂടെ ഇഷ്യൂ ബേസ്ഡ് ആക്കി മാറ്റുന്നു. അതുപോലെ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി ഡയറ്റ്, CRC, BRC നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ, ബ്ലോക്ക് റിസോഴ്സ് സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെയൊക്കെയുള്ള ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നു. ഇൻ സർവീസ് ട്രെയിനിങ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 2007 നടന്ന KCF-ന്റെ ഭാഗമായി നടന്നത്. അപ്പൊ ഇതിനകത്തുണ്ടായ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് അന്ന് വരെ ഡയറക്റ്റ് കണ്ടന്റ് ഓറിയന്റഡ് ആയിരുന്നെങ്കിൽ പിന്നീട് അത് ഇഷ്യൂ ബേസ്ഡ് ആക്കി. പക്ഷേ ഇവര് ആരും തന്നെ ഇത്രയും ട്രെയിനിങ് സെന്റേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ ഉണ്ടാക്കിയപ്പോഴും അവരാരും തന്നെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കേണ്ടതെന്ന് ടീച്ചേഴ്സിനോട് പറഞ്ഞില്ല. അത് നമ്മൾ ഇൻ സർവീസ് കോഴ്സസിന് ചെല്ലുമ്പോൾ അറിയാം, അതൊരു വേറൊരു രീതിയാണ്. അപ്പൊ അവര് കൃത്യമായിട്ടൊരു ഓറിയന്റേഷൻ എങ്ങനെയാണ് ഇത് നടത്തേണ്ടത്, എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടതെന്ന് അവർ പറഞ്ഞില്ല എന്നതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിരുന്നു. പല കാര്യങ്ങളും മിസ്ഇന്റർപ്രറ്റ് ചെയ്തു. അതിലൊന്നാണ് ഗായത്രി ചോദിച്ച മതമില്ലാത്ത ജീവൻ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു സംഭവമായിരുന്നു. കേരളത്തിന് ആകെ മൊത്തം നാണംകേടുണ്ടാക്കിയ ഒരു ഇഷ്യൂ ആയിരുന്നു അത്. കാരണം ആദ്യം ഇത് UDF-ന്റെ കാലത്താണ് വരുന്നത്, പിന്നീട് അത് LDF-ന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ LDF സ്വന്തം ആശയങ്ങൾ പുസ്തകത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അത് വരികയും അങ്ങനെ ഇതൊരു വലിയ ഇഷ്യൂ ആയി മാറുകയും, സത്യത്തിൽ അന്ന് വരെ എനിക്ക് തോന്നുന്നു ഒരു 5-6 ക്ലാസ്സിലെ പുസ്തകം അവർ ഇഷ്യൂ ബേസ്ഡ് ആക്കി റീകൺസ്ട്രക്ട് ചെയ്തു. ബോർഡൊക്കെ വെച്ച് സിലബസ് കമ്മിറ്റീസ് ഒക്കെ വെച്ച് ഒക്കെ റീകൺസ്ട്രക്ട് ചെയ്തെങ്കിലും അതിലെല്ലാം LDF-ന്റെ ആളുകളാണ് എന്ന് വരികയും അതിനെ പിന്നെ വീണ്ടും ചെക്ക് ചെയ്യണമെന്ന് പറയുക. അങ്ങനെ KN പണിക്കർ എന്ന വളരെ പ്രശസ്തനായ KN പണിക്കർ, ഹി വാസ് എ ഗ്രേറ്റ് ലിറ്റററിസ്റ്റ്. സോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു കമ്മിറ്റി വരികയും ആ കമ്മിറ്റിയിൽ ഇതിൻ്റെ അകത്ത് മിസ്റ്റേക്സ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയല്ല വരേണ്ടത് എന്ന രീതിയിൽ ഒരു കമന്റ് വരികയും, എന്നാൽ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് വരേണ്ടതെന്ന് കൃത്യമായിട്ട്, പക്ഷെ ഇതിൽ പ്രോബ്ലംസ് ഉണ്ട് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തു. ബുക്ക് ഈസ് നോട്ട് ലൈക്ക് ദിസ്, ഇങ്ങനെയല്ല സ്കൂൾ കുട്ടികളുടെ ബുക്ക് വരേണ്ടത് എന്ന് കൃത്യമായി പറയുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവമാണ്. ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻസ് ഈസ് 2013 KCF-ന് പുതിയൊരു ഫോർമുല വരുന്നുണ്ട്. അത് അവർ വിട്ടുപോയി. 2013 KCF ഒരു പുതിയ ഫോർമാറ്റിൽ വരുന്നുണ്ട്. അത് PK അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ ഒരു ചെയർപേഴ്സന്റെ പേരിലാണ് അത് വരുന്നത്. ആ 2013 ഇതെല്ലാം മാറ്റിയിട്ട് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആ രീതിയിലാണ് അത് വരുന്നത്. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നൊരു രീതിയിൽ വരുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് എന്താണ് പുതുതായിട്ട് ആവശ്യമുള്ളത് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഔട്ട്കം ബേസ്ഡ് ആയിരിക്കണം, 2 ടെക്നോളജി മസ്റ്റായിട്ട് കുട്ടികൾക്ക് ഫെമിലിയർ ആവണം, 3ാമത്തെ കാര്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് അത് കുട്ടികൾക്ക് പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ ഇതിനു മുമ്പ് തടഞ്ഞു വെച്ച അല്ലെങ്കിൽ വേണ്ട എന്ന് 2007 പറഞ്ഞ 2-3 കാര്യങ്ങൾ, ദേ ആർ മേക്കിംഗ് ഇറ്റ് വെരി റെലവെന്റ് ദാറ്റ് യു ഹാവ് ടു ഡു ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. And about some other questions that was here by asking like one problem is Kerala face ചെയ്യുന്ന ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും ബേസ് ചെയ്യുന്ന ഒരു കാര്യം, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ എൻഡവർ. പക്ഷേ ഇത് അങ്ങനെയാണ് എല്ലാവരും കാണുന്നത്. കാരണം വേറെ എവിടെയെങ്കിലും റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി അനൗൺസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അത് ഒരു റിസൾട്ട് വരിക എന്ന് പറയുന്നത് റിസൾട്ടാണ്, അത് അതിൻ്റെതായ ഒരു രീതിയുണ്ട്, ആ രീതിയിലാണ്. പക്ഷെ ഫോർ എ ലോങ് ടൈം കേരളയിൽ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി ആണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ നമ്മളെ കാണിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ രാഷ്ട്രീയത്തിന്റെ അമിതമായിട്ടുള്ള ഒരു എന്താ, എഡ്യൂക്കേഷൻ ഈസ് റിയലി എ സോഷ്യൽ ചേഞ്ച് അല്ലെ, അതൊരു സോഷ്യൽ കാര്യമാണ്. അവിടെ പൊളിറ്റിക്സിന് പ്രധാനമായിട്ട് വലിയ കാര്യമില്ല. പക്ഷെ റിയലി ഇൻ കേരള ദ എഡ്യൂക്കേഷൻ ഈസ് റിയലി എ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലാണ് കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ പോളിസി എന്ന് പറയുന്നത് പൊളിറ്റീഷ്യൻസ് ആണ് പോളിസി മേക്കേഴ്സ്. അത് ഒരിക്കലും വേറെ ഒരിടത്തും അങ്ങനെയല്ല, കേരളത്തിൽ മാത്രമാണ്, ഇന്ത്യയിലും അങ്ങനെയാണ് ഒരു പരിധി വരെ. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും വിദ്യാഭ്യാസത്തിലുള്ളത്. പക്ഷെ എന്നാലും പേരിന് 1-2 കുറച്ച് പേരെയൊക്കെ അവര് കുറച്ച് അക്കാദമീഷ്യൻസിനെ അവർ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ കേരളത്തിൽ ഏകദേശം വളരെ കുറച്ച് പേരെ അക്കാദമീഷ്യൻസ് വരാറുള്ളൂ. സോ പോളിസി മേക്കേഴ്സ് വിൽ ബി പൊളിറ്റീഷ്യൻസ്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കേരളയുടെ എഡ്യൂക്കേഷൻ പോളിസിയിൽ എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ എക്സിസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യവും ഇപ്പം ശില്പ വളരെ നന്നായി പറഞ്ഞു, ഇല്ല കേരളത്തിൽ വിദ്യാഭ്യാസം ഫെയർ ആണ് എന്ന് പറഞ്ഞു. പക്ഷെ 99% വിജയിക്കുന്ന ഒരു പരീക്ഷ
വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ദാറ്റ് എക്സാം എന്നുള്ളത് റിയലി ക്വസ്റ്റ്യനബിൾ ആണ്. കാരണം നമുക്കറിയാം നിങ്ങൾ ഇപ്പം 20 പേരും ജയിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബിഎഡിന്റെ ബേസിക് ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ MSc ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ജയിക്കാം, അതിന് യാതൊരു ബേസും ഇല്ല. പക്ഷെ ഒരു അക്ഷരം എഴുതി പഠിക്കുന്ന ഒരു കുട്ടി, എല്ലാ കുട്ടികളും ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 പേര് ഒരുപോലാണ് അക്ഷരം എഴുതുന്നത്, അല്ലെങ്കിൽ എല്ലാവരും അക്ഷരം എല്ലാം പഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം അവിടെ ഡൈവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ഇൻഡിവിജ്വലിസത്തിലോ ഒക്കെ അങ്ങനെയുള്ള ചില സൈക്കോളജിക്കൽ ആസ്പെക്ട് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്. എല്ലാവരും ഒരുപോലെയാണോ എന്നുള്ളത്. ഈ 99% പോയിന്റ് 99% ജയിച്ചു എന്ന് പറയുമ്പോൾ റിയലി ദാറ്റ് റിസൾട്ട് ഈസ് ക്വസ്റ്റ്യനബിൾ. അത് എങ്ങനെ അത് സാധിച്ചെടുത്തു എന്നുള്ളത്. അതുകൊണ്ടാണ് അത് എഡ്യൂക്കേഷൻ സിസ്റ്റം കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്രമാത്രം അപഹസിക്കപ്പെടുന്നത്. പിന്നീട് ഒരു കാര്യം സത്യമാണ്, കേരളത്തിലെ ബേസിക് എഡ്യൂക്കേഷൻ ഓക്കെയാണ് ടു സം എക്സ്റ്റെന്റ്. ബേസിക് എഡ്യൂക്കേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നോളജ് കണ്ടന്റ് വൈസ്. പക്ഷെ സ്കിൽ വൈസ് കേരളത്തിലെ കുട്ടികൾ സ്കിൽ എൻഹാൻസ്ഡ് ആവണമെങ്കിൽ ദേ ഹാവ് ടു ഗോ ഔട്ട്സൈഡ്. അതുകൊണ്ടാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ കുട്ടികളും ഇപ്പൊ പുറത്തു പോയി വിദ്യാഭ്യാസം, നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുറച്ചു കാലമെങ്കിലും ഔട്ട്സൈഡ് കേരള അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ അവർ വിദ്യാഭ്യാസം ചെയ്യാറുണ്ട്. കാരണം സ്കിൽ എൻഹാൻസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു വിദ്യാഭ്യാസം വേണം എന്നുള്ള ഒരു ഡിമാൻഡ് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. അതിന്റെ പ്രധാന കാരണം നമുക്കിവിടെ ഫെസിലിറ്റീസിന്റെ കുറവുണ്ട്. പക്ഷെ അതിനേക്കാളുപരി കൃത്യമായ ഒരു ഓറിയന്റേഷൻ നമ്മുടെ സിസ്റ്റത്തിന് ആസ്മച്ചായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റം വിൽ ഷോ വെരി ഹൈ തിങ്സ് ടു ദ സൊസൈറ്റി. സോ first of all, I am congratulating all the 4 members who has taken part in the Socratic dialogue. It was a challenge because this is the first time you are seeing how it is happening. So that's all, Georgia.